ഹലോ ഫ്രണ്ട്സ്, ട്രാവൻകൂർ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈസി ആയിട്ട് എങ്ങനെ ഒരു ഗോബി മഞ്ചൂരിയൻ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ബാറ്റർ തയ്യാറാക്കാനായി നമ്മൾ ആദ്യം ഒരു ബൗളിൽ 1 കപ്പ് മൈദാ മാവ്, 1/2 കപ്പ് കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ റെഡ് ചില്ലി പൗഡർ കളറിന് വേണ്ടി, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയ സോസ് 1 സ്പൂൺ, ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ബാറ്റർ തയ്യാറാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് അത് ഊറ്റി മാറ്റിയതിന് ഈ ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിൽ വറുത്ത് മാറ്റി വയ്ക്കുക. നമുക്കിനി ഇതിന് ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചെറുതായി നുറുക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വഴറ്റുക. ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതിൽ ചേർക്കുക. ചെറുതായി നുറുക്കിയ 2 സവാളയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റുക. സവാളയുടെ നിറം ഇളം ബ്രൗൺ നിറം ആവുന്നതുവരെ വഴറ്റുക. ഇതിലേക്ക് 1 കപ്പ് സവാളയും 1 കപ്പ് ക്യാപ്സിക്കവും ചതുര കഷ്ണങ്ങളായി മുറിച്ച് വെച്ചത് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വീണ്ടും വഴറ്റുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനാഗിരിയും സോയാ സോസും ചേർത്ത് 1 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം 2 സ്പൂൺ കോൺഫ്ലവറിൽ 2 സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കൂടെ ഇതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. കറി കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. കറി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ ഗ്രേവിയുമായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. 1 മിനിറ്റ് കൂടി അടുപ്പത്ത് വെച്ച് ഇതിനെ വീണ്ടും ഒന്ന് ചൂടാക്കാൻ അനുവദിക്കുക. എന്നിട്ട് അതിനെ സർവിംഗ് ഡിഷിലോട്ട് മാറ്റി സ്പ്രിംഗ് ഓണിയൻ കൊണ്ട് നമുക്കിതിനെ അലങ്കരിക്കാം. രുചികരമായ ഗോബി മഞ്ചൂരിയൻ റെഡി. ഇത് നമുക്ക് ചൂട് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചൂടോടെ കഴിക്കാം.